ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. ബാറിൽ രാഷ്ട്രീയം പറഞ്ഞ് അടി തുടരുന്നു. പ്രധാന വാർത്തകൾ. ബാർ അഴിമതി അന്വേഷണത്തിൽ CPM നേതൃത്വത്തിനെതിരെ VS അച്യുതാനന്ദന്റെ പരസ്യ വിമർശം. CBIയെ എതിർക്കുന്നവർ ഭരണക്കാരെ സഹായിക്കുന്നവരെന്ന് VS. ഭരണക്കാരെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ CBIയെ എന്തിനെ ഏൽപ്പിക്കണമെന്ന് ചോദിക്കാം. വിശ്വാസയോഗ്യമായ മറ്റേതെങ്കിലും ഏജൻസി അന്വേഷിക്കണമെന്ന് പിണറായിക്ക് പിന്നാലെ CPM കേന്ദ്ര നേതൃത്വം. ഒന്നിച്ചിരുന്ന് അന്വേഷണം തീരുമാനിക്കുമെന്ന് MA ബേബി. ബാർ അഴിമതി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം 3 മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ആരോപണം ഉന്നയിക്കുന്നവർ തെളിയിക്കണമെന്ന് മുഖ്യമന്ത്രി. അഴിമതി വെളിപ്പെടുത്തിയ ബിജു രമേശിനെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സംഘടനയിൽ നീക്കം. KM മാണിയെ പിന്തുണച്ച് സിറോ മലബാർ സഭ രംഗത്ത്. ചുംബന സമരത്തെ ന്യായീകരിച്ച് CPM കേന്ദ്ര നേതൃത്വം. പോലീസ് അതിക്രമികൾക്കൊപ്പം നിന്നുവെന്ന് പിണറായിയും SRPയും. സമരത്തെ നേരിട്ടതിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി. ആക്രമണത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുമെന്ന് രമേശ് ചെന്നിത്തല. കിസ് ഓഫ് ലവിന്റെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്തതായി സംഘാടകർ. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് കുറയ്ക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം മേൽനോട്ട സമിതി തള്ളി. 140 അടിയായാൽ ഷട്ടർ തുറക്കുന്നത് ആലോചിക്കാമെന്ന് തമിഴ്നാട്. സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി PJ ജോസഫ്. പരാതിക്കാർ പിന്മാറിയാലും വിഴിഞ്ഞം പദ്ധതിയിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇടപെടുമെന്ന് ഹരിത ട്രൈബ്യൂണൽ. ഹർജിക്കാരൻ മേരിദാസനെ കേസിൽ നിന്ന് ഒഴിവാക്കി. പാരിസ്ഥിതിക അനുമതിക്കെതിരെ പരാതി നൽകിയ ആളെ കാണാനില്ലെന്ന് പോലീസ്. അറന്മുള വിമാനത്താവള പദ്ധതിക്കെതിരെ 3ാം ഘട്ട സമരം തുടങ്ങി. ബാർ കോഴക്കേസിലെ CBI അന്വേഷണ ആവശ്യത്തിന്മേൽ CPIM ഔദ്യോഗിക നേതൃത്വത്തെ പരസ്യമായി വിമർശിച്ച് VS അച്യുതാനന്ദൻ രംഗത്ത്. CBI അന്വേഷണത്തെ എതിർക്കുന്നവർ ഭരണക്കാരെ സഹായിക്കുന്നു എന്നാണ് VS അച്യുതാനന്ദൻ തുറന്നടിച്ചത്. CBI അന്വേഷണം വേണ്ടെന്ന് നേരത്തെ പിണറായി വിജയനും SRPയും പറഞ്ഞിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷമാണ് പുതിയ പോർമുഖവുമായി VS അച്യുതാനന്ദൻ CPIM ഔദ്യോഗിക നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നത്. കോഴ ആരോപണത്തിൽ CBI അന്വേഷണം വേണമെന്ന് പ്രസ്താവനയിലൂടെയും അല്ലാതെയും VS നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ CBI വേണ്ടെന്ന നിലപാടാണ് ഔദ്യോഗിക പക്ഷം സ്വീകരിച്ചത്. CBIയേക്കാൾ നല്ലത് കേരള പോലീസാണെന്ന പിണറായി വിജയനും CBIക്ക് വിശ്വാസ്യതയില്ലെന്ന് SRPയും വ്യക്തമാക്കി. പോലീസിന്റെ നടപടികളിലായാലും CBIയുടെ നടപടികളിലായാലും പലപ്പോഴും ഗവൺമെന്റിന്റെ അനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടാവാറുണ്ട്. ഇതിൽ വിശ്വാസയോഗ്യമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാവണം. ഏത് അന്വേഷണം വേണമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്നായിരുന്നു VSനെ തള്ളിക്കൊണ്ടുള്ള MA ബേബിയുടെ പ്രതികരണം. പ്രതിപക്ഷത്ത് ഇത് സംബന്ധിച്ച അന്വേഷണം ജുഡീഷ്യൽ അന്വേഷണമാണോ വേണ്ടത്, വിജിലൻസ് അന്വേഷണമാണോ, CBI അന്വേഷണമാണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ CPIM പാർട്ടി തലത്തിൽ ആലോചിച്ച് അതിനകത്ത് അഭിപ്രായ ഐക്യം ഉണ്ടാക്കും. എന്നാൽ ഔദ്യോഗിക നേതൃത്വത്തെ പരസ്യമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ഇതിനെല്ലാമുള്ള VSന്റെ മറുപടി. കേസിലും ബാറുകാരുടെ കേസിൽ വാങ്ങിയ അഴിമതിയെപ്പറ്റി നല്ല അന്വേഷിച്ച് കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരുവാൻ ആവശ്യമായ കർശനമായ നടപടി തന്നെയാണ് ഞാൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലാരും അത്ഭുതപ്പെടേണ്ടതായിട്ടില്ല. ഭരണക്കാരെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ CBIയെ എന്തിനെ ഏൽപ്പിക്കണമെന്ന് ചോദിക്കാം. നേരത്തെ ലാവ്ലിൻ TP കേസുകളിൽ CBI അന്വേഷണം നടത്തണമെന്ന VSന്റെ ആവശ്യത്തെ ഔദ്യോഗിക നേതൃത്വം ശക്തമായി എതിർത്തിരുന്നു. പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കെയുള്ള പുതിയ തർക്കം CPMനുള്ളിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്ന് ഉറപ്പാണ്. മീഡിയ 1 തിരുവനന്തപുരം. കോഴ ആരോപണത്തിൽ KM മാണിയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ആരോപണം ഉന്നയിച്ചവർ അത് തെളിയിക്കാനുള്ള ആർജവം കാണിക്കണം. പ്രതിപക്ഷം ഇതുവരെ ഉന്നയിച്ച ഒരാരോപണവും അവർക്ക് തെളിയിക്കാനായിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. UDF സർക്കാരിന്റെ നല്ല പ്രവർത്തനങ്ങളെ മറച്ചുവെക്കാനാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് VM സുധീരനും ഇന്ന് ആരോപിച്ചു. ബാർ കോഴയിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണത്തെ ന്യായീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നിയമപരമായ നടപടി മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. VS അച്യുതാനന്ദൻ പരാതിയിൽ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് കൊടുത്ത കത്താണ്. കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തരമന്ത്രി ഈ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. കത്തിനകത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം വരും. UDF സർക്കാരിന്റെ നല്ല കാര്യങ്ങൾ വഴിതിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് കോഴ ആരോപണം പോലുള്ള വിവാദങ്ങൾ ഉയർത്തുന്നതെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ ആരോപിച്ചു. കോഴ ആരോപണം സംബന്ധിച്ച് UDFൽ ഭിന്നതയില്ല. UDF ഗവൺമെൻറ് നല്ല ശ്രമങ്ങളെ, മുന്നോട്ടുള്ള പ്രയാണത്തെ അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള സംഗതി മാത്രമായിട്ടാണ് കാണുന്നത്. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല. UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ബാർ കോഴ ആരോപണത്തിൽ വിജിലൻസ് 3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സാധാരണഗതിയിൽ ഒരു ക്വിക്ക് വെരിഫിക്കേഷന് സമയപരിധി 3 മാസമാണ്.
അതിനു മുമ്പ് വേണമെങ്കിൽ കൊടുക്കാം. അതിനിടെ 3 മാസക്കാലത്തിനുള്ളിലാണ് അതിൻ്റെ റിപ്പോർട്ട് നൽകേണ്ടതായിട്ടുള്ളത്. മാണിക്കെതിരെ ഉയർന്ന ആരോപണം ശരിയല്ലെന്ന് തെളിയിക്കാനുള്ള കഴിവ് മാണിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കുമുണ്ടെന്ന് സിറോ മലബാർ കാത്തലിക് ചർച്ച് ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരി കൊച്ചിയിൽ പറഞ്ഞു. സഭയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാടിൽ നമ്മൾ ഉറച്ചു നിൽക്കും. അതൊക്കെ നേരിടാൻ അദ്ദേഹത്തിന്റെ പാർട്ടിക്കൊക്കെ ശക്തി ഉണ്ടായിരിക്കും. അത് അവരുടെ നിയമങ്ങൾ അനുസരിച്ച് ചെയ്യും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1. സ്പെഷ്യൽ എഡിഷനിൽ ഇന്ന് കോൺഗ്രസിന് വേണ്ടി KP അനിൽകുമാർ, CPIM-ന്റെ MV ജയരാജൻ, കേരള കോൺഗ്രസ് CM-ൽ നിന്ന് തോമസ് ഉണ്ണിയാടൻ, ഒപ്പം തന്നെ നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് ഉദയഭാനുവും പങ്കെടുക്കുന്നു. ശ്രീ തോമസ് ഉണ്ണിയാടൻ, KM മാണിക്കെതിരെ കോഴ ആരോപണം ഉയർന്നപ്പോൾ കേരള കോൺഗ്രസ് CM ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടത് ഇതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അത് അന്വേഷിക്കണമെന്നുമാണ്. ആ ആവശ്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ള വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിലൂടെ ഈ ഗൂഢാലോചനയുടെ മുഴുവൻ രഹസ്യങ്ങളും പുറത്തു വരുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇവിടെ ഞങ്ങളുടെ യോഗം ചേർന്നപ്പോൾ ഞങ്ങൾ ആ യോഗത്തിൽ വിലയിരുത്തിയത് ഈ കാര്യത്തിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇതേ സംബന്ധിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരനും പറഞ്ഞ കാര്യങ്ങളോട് പാർട്ടിക്ക് പൂർണ്ണ തൃപ്തിയാണുള്ളത്. എന്നാൽ ഇതേ സംബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും ശ്രീ തോമസ് ഉണ്ണിയാടൻ, പാർട്ടിക്ക് പൂർണ്ണ തൃപ്തി എന്ന് പറഞ്ഞാൽ ഗൂഢാലോചന എന്ന നിങ്ങളുടെ ആക്ഷേപത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറുന്നു. ആ ആക്ഷേപം നിങ്ങൾക്ക് ഇപ്പോഴില്ല. അല്ല, ഗൂഢാലോചന എന്ന് പറയുന്നത് ഏതെങ്കിലും പർട്ടിക്കുലറായിട്ടുള്ള ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പാർട്ടിയോ സംബന്ധിച്ചല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. പാർട്ടി വൈസ് ചെയർമാൻ PC ജോർജ് വ്യക്തമായി പറഞ്ഞത് ഉമ്മൻചാണ്ടിയാണ് ഇതിന് പിന്നിലെന്നാണ്. ശ്രീ തോമസ് ഉണ്ണിയാടൻ, പാർട്ടി വൈസ് ചെയർമാൻ ശ്രീ PC ജോർജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ഇതിനെല്ലാം പിന്നിൽ കളിച്ചത് ഉമ്മൻചാണ്ടിയാണെന്നാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്നു ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. സർക്കാർ പറയുന്നു വിജിലൻസ് പ്രാഥമികമായി അന്വേഷിക്കട്ടെ. നിങ്ങൾ ആ ആവശ്യത്തിൽ നിന്ന് പിന്മാറുന്നുണ്ടോ? ഗൂഢാലോചന എന്ന നിങ്ങളുടെ ആക്ഷേപം ഇപ്പോഴും ഉണ്ടോ? ഗൂഢാലോചന എന്ന ആക്ഷേപത്തിൽ ഞങ്ങൾ ഒരിക്കലും പിന്മാറുന്നില്ല. ഞങ്ങൾ പറഞ്ഞത് ബിജു രമേശ് ഒരു ആക്ഷേപം വെച്ച സന്ദർഭത്തിൽ ഇത് എന്താണ് ഇതിന്റെ കാരണം? ബിജു രമേശിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ സഹായിക്കുന്ന ആൾക്കാരുണ്ടാകാം, അബ്കാരി മേഖലയിൽ നിൽക്കുന്ന ആളുകളുണ്ടാകാം, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുണ്ടാകാം, അദ്ദേഹത്തിന്റെ ബന്ധുക്കളുണ്ടാകാം, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു വ്യക്തിത്വങ്ങളുണ്ടാകാം. അപ്പൊ അവർ ആരുമാകാൻ പാടില്ലേ? അപ്പൊ ആരാണ് ഗൂഢാലോചന നടത്തിയതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളൊക്കെ വ്യക്തിപരമായി അന്വേഷിക്കുന്നുണ്ട്, ഞങ്ങൾ കൂട്ടായി അന്വേഷിക്കുന്നുണ്ട്. ഇതിന്റെ അന്വേഷണത്തിന്റെ ഒക്കെ ഒടുവിൽ ഞങ്ങൾക്ക് ഇതിൽ ആരാണ് ഗൂഢാലോചന നടത്തിയത് നിങ്ങൾ വ്യക്തിപരമായി അന്വേഷിക്കുന്നത്, നിങ്ങൾ കൂട്ടായി അന്വേഷിക്കുന്നത്, എല്ലാ കാര്യങ്ങളും അവിടെ നിൽക്കട്ടെ. ഇവിടെ സർക്കാർ വിജിലൻസിനോട് പ്രാഥമിക അന്വേഷണം നടത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു. വിജിലൻസിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടത് ഗൂഢാലോചനയുണ്ട് എന്ന നിങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടല്ല, നിങ്ങളുടെ ആക്ഷേപം പരിഗണിച്ചുകൊണ്ടല്ല, പ്രതിപക്ഷ നേതാവ് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ആഭ്യന്തരമന്ത്രി വിശദീകരിച്ചത്. എന്റെ ചോദ്യം, ഈ വിജിലൻസ് അന്വേഷണത്തിലൂടെ ഇതിന്റെ ഗൂഢാലോചനയുടെ മുഴുവൻ വിവരങ്ങളും പുറത്തു വരുമെന്ന് കേരള കോൺഗ്രസ് CM കരുതുന്നുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ച് ഒന്ന്, വിജിലൻസ് അന്വേഷണം ഇവിടെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇവിടെ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ മാത്രമാണ് ഉള്ളത്. അതിന്റെ അർത്ഥം അടിയന്തരമായ ഒരു പരിശോധന നടത്തുക എന്നുള്ളതാണ്. വിജിലൻസിന്റെ സ്വാഭാവിക നടപടിക്രമമാണ്. ഈ ക്വിക്ക് വെരിഫിക്കേഷനിൽ നിന്നാണ് ശ്രീ തോമസ് ഉണ്ണിയാടൻ, ഈ ക്വിക്ക് വെരിഫിക്കേഷനിൽ നിന്നാണ് ബിജു രമേശിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച്, ബിജു രമേശിന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്ന തെളിവുകൾ ശേഖരിച്ച് ഇനി തുടർന്ന് കേസ് എടുക്കണമോ അതുമായി മുന്നോട്ട് പോകണോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് ഈ ക്വിക്ക് വെരിഫിക്കേഷൻ. അതിന് 3 മാസത്തെ സമയമെടുക്കും. എന്റെ ചോദ്യം, കേസെടുക്കണമെന്നുള്ളതല്ല, ക്ഷമിക്കണം, കേസെടുക്കണമെന്നുള്ളതല്ല. ക്വിക്ക് വെരിഫിക്കേഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതേ സംബന്ധിച്ചുള്ള പരിശോധന നടത്തിയതിനു ശേഷം ഈ അതിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഇതിന് പരിശോധകന് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഇൻവെസ്റ്റിഗേഷന് ഉത്തരവിടാം. അങ്ങനെ ആ സന്ദർഭത്തിൽ മാത്രമേ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നേ. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ അതിൽ വലിയ നിലയിൽ തന്നെ അന്വേഷണം നടത്തിയതിനു ശേഷമാണ് അതിൽ ആ പരാതിയിൽ പറഞ്ഞിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ആരെയെങ്കിലും പ്രതികളാക്കണമെന്നുണ്ടെങ്കിൽ തിരിച്ചു വരാം. ശ്രീ MV ജയരാജൻ, ഇവിടെ ഒരു വിജിലൻസിന്റെ ക്വിക്ക് വെരിഫിക്കേഷന് വേണ്ടി ഉത്തരവിട്ടത് അല്ലെങ്കിൽ നിർദ്ദേശം നൽകിയത് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം മാനിച്ചാണ് എന്നാണ് ആഭ്യന്തരമന്ത്രി വിശദീകരിച്ചത്. നിങ്ങൾ എന്ത് കരുതുന്നു? ഈ വിജിലൻസ് അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ പുറത്തുവരും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ ക്യാമ്പിൽ ആശയക്കുഴപ്പമുണ്ടെന്നതാണ് ആഭ്യന്തരമന്ത്രി ഇന്ന് ഉയർത്തിയ വിമർശം. കാരണം VS ആവശ്യപ്പെടുന്നു CBI അന്വേഷണം വേണമെന്ന്,
സംസ്ഥാന സെക്രട്ടറി പറയുന്നു CBI അന്വേഷണം ആവശ്യമില്ല എന്ന്. ഒരു ഭാഗത്ത് ഈ അന്വേഷണങ്ങൾക്ക്, അതായത് വിജിലൻസിന്റെ ക്വിക്ക് ഇൻവെസ്റ്റിഗേഷന് പോലും ഉത്തരവിട്ടതിന് പിന്നിൽ VSന്റെ ആവശ്യമാണ് എന്ന് ഭരണപക്ഷം പറയുന്നു. ഇത് ശരിയായ അർത്ഥത്തിൽ ഈ കേസിന്റെ മെറിറ്റ് മനസ്സിലാക്കി ഇതിന്റെ മുഴുവൻ വിവരങ്ങളും പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു ഏണസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആണോ സർക്കാരിന്റെ? ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു അഴിമതി ആരോപണമാണ് ഉയർന്നു വന്നത്. കേരളം ഞെട്ടിപ്പോയതാണ്. ഡോക്ടർ ബിജു രമേശ് മന്ത്രി KM മാണി 1 കോടി ഉറുപ്പിക തങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയെന്ന് വ്യക്തമാക്കുകയുണ്ടായി. അതോടൊപ്പം ബാർ ഉടമകൾ ലക്ഷക്കണക്കിന് രൂപ അസോസിയേഷന് നൽകിയെന്ന് ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ സുവ്യക്തമായ ഒരു അഴിമതി ആരോപണം ഉയർന്നു വന്നു. 15 കോടി രൂപയുടെ അഴിമതി ആരോപണമാണ്. ഇത് സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ സത്യം കണ്ടെത്താൻ കഴിയണം. മുഖ്യമന്ത്രി ഒരു ഭാഗത്ത് ഇതൊരു നിയമപരമായ നടപടി മാത്രമാണെന്ന് പറയുന്നു. ശ്രീ തോമസ് ഉണ്ണിയാടൻ തന്നെ പറയുന്നു, ക്വിക്ക് വെരിഫിക്കേഷൻ വഴി 3 മാസത്തിനകം കേവലം അന്വേഷണം പോലും നടക്കുന്നില്ല എന്ന്. 3 മാസം കഴിഞ്ഞാൽ മാത്രമാണ് അന്വേഷണം തന്നെ ആരംഭിക്കുക. അപ്പോൾ കുറ്റവാളികൾ രക്ഷപ്പെട്ടുകൂടാ. അഴിമതി നമുക്ക് കണ്ടെത്താൻ കഴിയണം. അതിന് സഹായകരമായ ഒരു അന്വേഷണമാണ് വേണ്ടത്. ഇടതുപക്ഷത്തിനെ കുറ്റം പറഞ്ഞ് യഥാർത്ഥത്തിൽ അഴിമതിക്കാരെ രക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും UDF സർക്കാരും നടത്തുന്ന നീക്കമാണ് ഇവിടെ വ്യക്തമായി തെളിയുന്നത്. VS അച്യുതാനന്ദൻ കൊടുത്ത കത്ത് ഇവർ അതിനെ മറയാക്കി ഉപയോഗിക്കുന്നുവെന്ന് താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ KP അനിൽകുമാർ, ഇവിടെ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ സർക്കാരിന് കീഴിലുള്ള വിജിലൻസ് അന്വേഷിച്ചുകൊണ്ട് ഇതിൽ യഥാർത്ഥത്തിൽ കളിച്ചവർ, ഇതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയവർ, ഈ ആരോപണം ഉന്നയിച്ചവർക്ക് പിന്നിലുള്ള കൈകൾ, അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി പഴുതൊരുക്കുന്ന, അവർക്കൊരു സേഫ്റ്റി എക്സിറ്റ് ഉറപ്പുവരുത്തുന്ന ഒരു അന്വേഷണമാണ് സർക്കാർ നടത്തിയതെന്ന ആക്ഷേപം സത്യത്തിൽ പ്രതിപക്ഷത്തിന് മാത്രമല്ല ഭരണപക്ഷത്തിലെ ചിലർക്ക് പോലുമുണ്ട്. ഇതിനകത്ത് നമ്മൾ ആദ്യമേ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്ന ഒരു വിജിലൻസ് എൻക്വയറിക്ക് വേണ്ടിയല്ല. വിജിലൻസിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് ഒരു പരാതി കിട്ടിയാൽ ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ടോ ശരിയുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തിയതിന് ശേഷം മാത്രമേ ഫർദർ ഇൻവെസ്റ്റിഗേഷനുമായിക്കൊണ്ട് വിജിലൻസ് മുന്നോട്ട് പോവുകയുള്ളൂ. സ്വാഭാവികമായും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു കത്ത് വിജിലൻസ് ഡയറക്ടർക്ക് കിട്ടി, ഇതേക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണം എന്ന്. വിജിലൻസിന് പ്രതിപക്ഷ നേതാവ് കത്തയച്ചാലും സാധാരണക്കാരൻ കത്തയച്ചാലും എല്ലാം ഒരുപോലെയാണെങ്കിൽ കൂടി പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി കൊടുക്കുന്ന കത്തിന് അതിൻ്റേതായ പ്രാധാന്യം വിജിലൻസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അടിയന്തരമായി ക്വിക്ക് വെരിഫിക്കേഷന് വേണ്ടി ഉത്തരവിട്ടത്. അത് ബിജു രമേശ് ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ബിജു രമേശ് ഉന്നയിച്ചതിൻ്റെ പേരിൽ അച്യുതാനന്ദൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ള അന്വേഷണം മാത്രമേ, ആ കത്തിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ അന്വേഷിക്കുകയുള്ളൂ. അല്ലാതെ ഇതിൻ്റെ മറ്റൊരു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതേക്കുറിച്ച് ഒരു അന്വേഷണമേ നടത്തണ്ട എന്നുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നിലപാടാണ് ശരി. കാരണം ഇവിടെ ഒരാരോപണം ഉന്നയിച്ചയാൾക്ക് അത് വ്യക്തമായി ഉന്നയിക്കുവാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന് ചോദിച്ചാൽ, ബിജു രമേശ് ആണ് ഒരു ചാനൽ ചർച്ചയിൽ 2 ദിവസങ്ങൾക്ക് മുമ്പുള്ള ഒരു ചാനൽ ചർച്ചയിൽ ഇതുപോലെ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ഒരു വെളിപാടുണ്ടാകുന്നത് പോലെ പ്രഖ്യാപിക്കുന്നത്. KM മാണി 5 കോടി രൂപ ചോദിച്ചു, 1 കോടി കൊടുത്തു. ആരാ കൊടുത്തത്? ബിജു രമേശാണോ കൊടുത്തത്? അല്ല, ബിജു രമേശ് അല്ല കൊടുത്തതെന്ന് പറഞ്ഞു. ബിജു രമേശ് പറഞ്ഞു വിട്ട ആളാണോ കൊണ്ടുപോയി കൊടുത്തത്? അതുമല്ല. ബിജു രമേശ് പണം കൊടുത്തു വിട്ടതാണോ? ബിജു രമേശ് പണവും കൊടുത്തിട്ടില്ല. അപ്പോൾ ബിജു രമേശ് സ്വന്തം കൊടുത്തതല്ല, ഒരാളെ പറഞ്ഞു വിട്ടിട്ടില്ല, അയാളുടെ കൈവശം പണം കൊടുത്തു വിട്ടിട്ടില്ല. പിന്നെ എങ്ങനെ മൂന്നാമത് നിൽക്കുന്ന അല്ലെങ്കിൽ നാലാമത് നിൽക്കുന്ന ഒരാൾക്ക് പണം KM മാണിക്ക് കൊടുത്തു എന്ന് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും?